ഹൈ മക്കൾസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു ഒന്നൊന്നര ചോദ്യമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. എന്താ നിഹാൽ സാർ ഒരു ഒന്നൊന്നര ചോദ്യത്തിന്റെ വരവ്? ഈ ഒന്നൊന്നര ചോദ്യം പഠിച്ചാൽ നിങ്ങളുടെ ഓണ പരീക്ഷയ്ക്ക് 5 മാർക്ക് സെറ്റാണ്. കാരണം പല 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 ചോദ്യ പേപ്പറിലും ഈ ചോദ്യം ഇങ്ങനെ അല്ലെ, നമ്മളെ മുന്നിലത്തെ ടയർ ഒരു ബാക്കിലത്തെ ടയർ ഒരു മുന്നിലിടാന്ന് പറഞ്ഞ പോലെ മൂപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതങ്ങ് പഠിച്ചു വെക്കുക. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫ്രം യുവർ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദ ഏർലി ഹ്യൂമൻ ലൈഫ്. ആദ്യകാല മനുഷ്യ ജീവിതത്തിൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. പിടിച്ച ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ ചേഞ്ച് occurred during the Neolithic age different from the Paleolithic age based on given hints. താഴെ കൊടുത്തിരിക്കുന്ന ഹിൻസുകളുടെ അടിസ്ഥാനത്തിൽ പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് കൃത്യമായി ഒന്ന് എഴുതി തരൂ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നൽകാൻ പോകുന്ന മാർക്ക് 5 മാർക്കാണ്. 5 മാർക്ക് സെറ്റാക്കാൻ ഈ പോയിന്റുകൾ അങ്ങ് വരി 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 വരിയായിട്ട് പഠിച്ചു വെക്കുക. ആദ്യം ചോദിച്ചത് ടൂൾസിൽ എന്തൊക്കെ മാറ്റം വന്നു, ഉപകരണങ്ങളിൽ, ഫുഡ് ഗാദറിംഗ്, ഭക്ഷണം ഖാന ശേഖരിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. അനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വന്നു, അതും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. ഒക്യുപ്പേഷൻ, ജോലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ സെറ്റിൽഡ് ആയി സ്ഥിര ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ എളുപ്പത്തിൽ പഠിക്കാൻ ഈ കോളം അങ്ങ് പഠിച്ചു വെക്കുക. ഈ കോളം പഠിച്ചു വെച്ചാൽ 5 മാർക്ക് നിങ്ങളുടെ പേപ്പറിൽ കിട്ടുമെന്ന കാര്യത്തിൽ ഈ കൊല്ലം ഉറപ്പാണ്. ചിലപ്പോൾ അല്ലെങ്കിൽ ഏതോ ഈ 3 കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ചോദ്യം അങ്ങ് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഉത്തരം അങ്ങ് പഠിച്ചു വെക്കുക. ഉപകരണങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? പ്രാചീന ശിലായുഗമായപ്പോൾ പരുക്കൻ ഉപകരണങ്ങളായിരുന്നു. എന്നാൽ നവീന ശിലായുഗമായപ്പോഴോ അത് മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളായി മാറി, നല്ല മിനുസമുള്ള ആയുധങ്ങൾ. പിന്നെയോ ആഹാര സമ്പാദനത്തിലേക്ക് എത്തിയപ്പോൾ ഭക്ഷ്യശേഖരമായിരുന്നു അല്ലേ. അവിടെ പോന്നു, ഇത് കളക്ട് ചെയ്യുന്നു. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഈ വണ്ടി പോണ അറിയാം, കാട്ടുകൂടെ ഒരു വണ്ടി എടുക്കും, ആ മരത്തത് പറിക്കും, ഈ മരത്തത് പറിക്കും, ഒരു കോഴിയൊക്കെ അതിനെ കറക്കും, ആ പാത്രത്തിൽ അങ്ങനെ പോലെ. പക്ഷേ പിന്നീട് എന്തായി മാറി? നവീന ശിലായുഗമായപ്പോൾ ദാറ്റ് ഭക്ഷ്യോൽപാദനം ഫുഡ് പ്രൊഡക്ഷനിലേക്ക് പോയി അല്ലെ. ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷനിലേക്ക് മാറി. ഇനി മൃഗപരിപാലനവും. പ്രാചീന ശിലായുഗത്തിൽ മൃഗത്തിനെ പരിപാലിച്ചിരുന്നു. വാവേ വാവേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, പരിപാലിച്ചില്ല. കത്തിവെക്കുന്നു, ഒറ്ററക്കല്, കഴിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പരിപാലനം ഉണ്ടായിരുന്നില്ല. പക്ഷെ നവീന ശിലായുഗം എത്തിയപ്പോൾ മൃഗപരിപാലനം വ്യാപകമായി. നമ്മൾ നായയെ വളർത്തിയിട്ടുണ്ട്, ആട് വളർത്തി, മാട് വളർത്തി, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയ കാലഘട്ടമാണ് നവീന ശിലായുഗം. ഇനി തൊഴിൽ, ജോലി എന്തായിരുന്നു? ഡോക്ടർ ആയിരുന്നോ, എഞ്ചിനീയർ ആയിരുന്നോ, ടീച്ചർ ആയിരുന്നോ? നോ, ഓൺലി വേട്ടയാടൽ അല്ലെ. അമ്പെടുക്കടായി വേട്ടക്കാരണ്ടാന്ന് പറഞ്ഞ പോലെ വെറും വേട്ടയാടൽ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നവീന ശിലായുഗമായപ്പോൾ കൃഷി ആരംഭിച്ചു, മൃഗപരിപാലനം ആരംഭിച്ചു, ഒരുപാട് ജോലികളായി. അവർ ആ കൃഷിയും നല്ല ഹാപ്പി ലൈഫിലേക്ക് അവർ മാറിയൊരു കാലഘട്ടമാണ് നിയോലിത്തിക് ഏജ്. ഇനി നമുക്ക് സ്ഥിരവാസത്തിലെ നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും സെറ്റിൽഡ് ലൈഫ് ഉണ്ടായിരുന്നോ? നോ സെറ്റിൽഡ് ലൈഫ്. ദേ ജസ്റ്റ് ലൈക്ക് എ നോമാഡ്സ്. അവർ നടുവടികളെ പോലെ കാട്ടിലൂടെ അങ്ങനെ അലഞ്ഞ് നടക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ നവീന ശിലായുഗത്തിലേക്ക് എത്തിയപ്പോൾ ദേ സ്റ്റാർട്ടഡ് സെറ്റിൽഡ് ലൈഫിൽ ഒരു സ്ഥിരവാസം ആരംഭിച്ചു. ശരിക്കും സ്ഥിരവാസം ആരംഭിക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? അവർ കൃഷി ആരംഭിച്ചു. കൃഷി അങ്ങോട്ട് പോകാൻ പറ്റില്ല, അതിനെ നോക്കി നടത്താൻ വേണ്ടി അവർ അതേ സ്ഥലത്ത് തന്നെ സ്ഥിരമായി വീടൊക്കെ വെച്ച് താമസിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് പഠിച്ചു വെക്കുക. ഇത് ഞാൻ പഠിക്കും സാറേ, സാറിന്റെ വീഡിയോ എനിക്ക് ഇഷ്ടമായി, അത് പഠിക്കുന്നതാണെങ്കിൽ ഒരു ലൈക്ക് അങ്ങ് അമർത്തി നിൽക്കുക. നിങ്ങളെ ഫ്രണ്ട്സിന് വേഗം ഷെയർ കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ കമന്റ് ബോക്സിൽ വരട്ടെ. അപ്പോൾ അടുത്ത ഇതുപോലത്തെ പവർഫുൾ വീഡിയോസ് ആയിട്ട് നമ്മൾ കാണും. അതുവരെ സൈനിങ് ഓഫ്, നിഹാൽ സാർ, ബൈ.